ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയിസ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു കറക്റ്റ് 6 മാസം, ഇന്നിപ്പോൾ ഒക്ടോബർ 1, 2024 മാർച്ച് 1 തീയതി ഞാൻ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഞാൻ 51 ഡേയ്സ് ചലഞ്ച്, എത്ര പേര് നിങ്ങൾ ഓർക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് എത്ര പേര് കണ്ടിട്ടുണ്ട്? അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് 6 മാസമായിട്ടും എനിക്ക് 51 ദിവസമായിട്ടില്ല കേട്ടോ ഗൈസ്. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് നാൾ അത് ഇങ്ങനെ ഫോക്കസ് ചെയ്തു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എടുത്ത് ഡയറ്റ് ആയതുകൊണ്ട് എനിക്ക് വണ്ണം കുറയാൻ പറ്റില്ല. എന്താ ചെയ്യുക, പാവം ഞാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ കുറേ ഡിലേ എടുത്തു, നന്നായി ഫുഡ് കഴിച്ചു, കുറേ ഫുഡ് വ്ളോഗ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ടു സേ, അതായത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് നിങ്ങൾ കണ്ട വീഡിയോയിൽ സെയിം ഈ ക്യാപ്പ് തൊട്ടിട്ടുള്ള എല്ലാ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കണത്. ഞാനെന്നുവെച്ചാൽ 15 കിലോ കുറഞ്ഞതിൻ്റെ ഹാപ്പിനെസ്സിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ അന്ന് വലിയ ഡയലോഗ് അടിച്ചു, എല്ലാ ദിവസവും രാത്രി 9 മണി 9:30 ആകുമ്പോഴേക്കും എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരുന്നു. എൻ്റെ വർക്കൗട്ട് വീഡിയോ, ജിമ്മിൽ പോണ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്നു. അവസാനം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, അല്ല മോനെ നിനക്ക് 51 ദിവസം ആയില്ലേ ഇതുവരെ? കാരണം വെച്ചാൽ എല്ലാവരും കാത്തിരിക്കണവരുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും അവരിങ്ങനെ നോക്കിയിരുന്നു, അതായത് എന്തായി. പക്ഷെ അത്ര വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ 15 കിലോ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കാണുകയാണെങ്കിൽ സെയിം ഡ്രസ്, സെയിം കോസ്റ്റ്യൂം, സെയിം ഇതിലാണ് ഞാൻ നിൽക്കണത്. എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ക്യാപ്പ് വരെ ഞാൻ സെയിം ആക്കിയിട്ടാണ് നിൽക്കുന്നത്. അതിലാകെ കൂടിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ 15 കിലോ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ മാറിപ്പോയെന്ന് വെച്ചാൽ അത് അത്യാവശ്യമുള്ള നമുക്ക് വേണമെന്ന് വെച്ചാൽ നടക്കും എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ മറ്റുള്ളവരെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ പാതി വഴിയിൽ നിന്നു. പക്ഷെ ഞാൻ പിന്നെ എന്നേക്ക് തന്നെ തിരിഞ്ഞ് ഞാൻ തന്നെ സ്വയം എന്തായാലും വണ്ണം കുറയണം. കാരണം എൻ്റെ ഹൈറ്റ് 180 സെൻറ്റിമീറ്ററും അന്ന് എനിക്ക് 99.9 98 കിലോ ആയിരുന്നു. ഇപ്പം ഞാൻ 83 കിലോയിലാണ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും അത് സിമ്പിൾ അല്ലേ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് സിമ്പിൾ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് 3 മാസം. അതായത് നമ്മുടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ ഡയറ്റ് പ്രകാരം 7 മണിക്കാണ് എൻ്റെ ഡിന്നർ കഴിക്കേണ്ടത്. അതായത് രാത്രി 7 മണിക്ക് എൻ്റെ രാത്രി ഭക്ഷണം, അതായത് ഡിന്നർ എൻ്റെ കഴിച്ച് തീർക്കണം എന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ രാത്രി 10 മണിയായപ്പോൾ എനിക്കും വിശക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാനും എൻ്റെ ഫ്രണ്ടും തജിൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി കഴിക്കണത്. അപ്പോൾ അവൻ ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കായിരുന്നു ഗൈസ്. കാരണം വെച്ചാൽ എനിക്കപ്പം മനസ്സിലായി എനിക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അതോടുകൂടി മനസ്സിലായി. അപ്പോൾ എനിക്ക് കൂടുതൽ എനിക്ക് എന്നെ തന്നെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ എന്ത് ഫുഡ് കഴിക്കാൻ നോക്കിയാലും എനിക്ക് സെൽഫായിട്ട് ഓക്കെ എനിക്കിത് കഴിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്കിത് കഴിക്കേണ്ട, എൻ്റെ വണ്ണം കുറയ്ക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ, എൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ എവിടെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോ എൻ്റെ ഡിഫറൻസ് കാണാനാണ് ഞാൻ സെയിം ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് കുറച്ച് ഫുൾ ഇങ്ങനെ തടിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് കാണാനാണ് ഞാൻ ഒന്നല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 2023 തൊട്ടിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ എൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വരും വീഡിയോസിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനും എങ്ങനെയാണ് വണ്ണം കുറച്ച കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണതായിരിക്കും. അപ്പോൾ അതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.